നാമം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. അരമണിക്കൂറിനാവും പെട്ടെന്ന് ഇരുന്നോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയതല്ല, പെട്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കടന്നു വന്ന എല്ലാവരുടെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ആദ്യമേ നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ 14:27. സ്തോത്രം. ആ 27 ജോൺ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ സ്തോത്രം കർത്താവേ, നല്ല വചനത്തിനായി സ്തോത്രം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്ന സ്ഥിരമായിരിക്കുന്ന വചനം കർത്താവേ സ്തോത്രം. ഇതെടുക്കുവാൻ കർത്താവേ അടിയനെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഇതിന് ജനത്തിന് ആവശ്യമായത് കർത്താവേ പകർന്നു കൊടുക്കുവാൻ കർത്താവേ എൻ്റെ നാവിനെ നീ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച സ്തോത്രം പാസ്റ്റർ പറഞ്ഞ് നമുക്ക് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ 14 മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. സ്തോത്രം. ഐ ആം ദ വേ, ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ആമേൻ. സ്തോത്രം. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വേഴ്സ് 9 പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ല. കാരണം ശിഷ്യന്മാരോട് പറയുകയാണ്. സ്തോത്രം. ഞാൻ പറയുന്ന വചനം സത്യമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് എൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ പല കാര്യങ്ങൾ ശിഷ്യന്മാരോട് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശിഷ്യന്മാരെ സമാധാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനൊക്കെയും കാരണം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് 13-ാമത്തെ when you read 13, അവിടെ യേശു പെസഹ പെരുന്നാളിന് മുന്നേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട്, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ശിഷ്യന്മാരെ സമാധാനിപ്പിക്കുകയാണ് 14-ാമത്തെ അധ്യായത്തിനകത്ത്. ഹല്ലേലൂയ. സ്തോത്രം. 12-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം യേശു പോയി കഴിഞ്ഞാൽ, ഹല്ലേലൂയ സ്തോത്രം, ശിഷ്യന്മാരോട് പറയുകയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലും വലിയതും നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവരോട് നമ്മൾ പറയുന്നത്, നമ്മൾ യേശുക്രിസ്തുവിൽ ഹല്ലേലൂയ സ്തോത്രം വിശ്വസിക്കുന്നുവെങ്കിൽ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിയിലും വലിയത് ചെയ്യുവാൻ ദൈവം നമ്മളെ കൊണ്ട് ആമേൻ വഴിയൊരുക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ. ഹല്ലേലൂയ. സ്തോത്രം. വേഴ്സസ് 15 മുതൽ 17 പറയുന്നുണ്ടോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ കേൾക്കുകയോ ചെയ്യായികയാൽ അവനെ അറിയുകയില്ല. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ കാത്തുകൊള്ളും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ്, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ പലരും ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. ഹല്ലേലൂയ സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ കൽപ്പനകളെ, ഹല്ലേലൂയ അവൻ്റെ വചനങ്ങളെ പ്രമാണിക്കുന്നവരുടെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആത്മാവ് ലഭിക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അവർ പറയുന്നുണ്ട്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൽ അവനെ അറിഞ്ഞിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവനെ ലഭിക്കുവാൻ കഴിയത്തില്ല. കാരണം അവനെ അറിഞ്ഞിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അവനെ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നലെ ഞാൻ ഒരു കാത്തലിക്സിനോട് യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സ്തോത്രം കാത്തലിക്സ് ആണെങ്കിലും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല കാത്തലിക്സ്. ഹല്ലേലൂയ. സ്തോത്രം. അവരുടെ ജീവിതം, അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ അങ്ങ് പോകുന്നു. ഹല്ലേലൂയ. അവർ പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് അല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മൾ സ്തോത്രം വെറുതെ വന്ന് ഇരുന്നിട്ട് പോകുന്നവരല്ല. സ്തോത്രം. നമ്മൾ പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് ആകണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. ആത്മാവ് നമ്മുടെ കൂടെ വസിക്കണമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ആമേൻ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. സ്തോത്രം. 22 പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. വേഴ്സസ് 20 പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, യേശു പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുക, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വസിക്കും. അപ്പം ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സംഗമനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കൂടെ വസിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അവിടെ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ഇതൊക്കെയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് യേശു പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. 14:27 പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു അവിടെ പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ. അപ്പം ലോകത്തിന് സമാധാനം തരുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ.
പക്ഷെ ലോകം തരുന്നത് പോലല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിൻ്റെ സമാധാനം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. പിന്നെ നമ്മൾ ആ ലോകത്തിന് സമാധാനം കിട്ടാൻ വേണ്ടി വീണ്ടും എന്ത് ചെയ്തു? അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. ഹല്ലേലൂയ, ആ വഴിക്ക് പോകുന്നു. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു തരുന്ന സമാധാനം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, പൂർണ്ണമായ ഒരു സമാധാനമാണ്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. എനിക്കൊരു സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ലായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഓക്കെ, ഞാൻ പെട്ടെന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പിന്നെ വാക്യത്തിലോട് പോകാൻ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ആമേൻ, ഞങ്ങളൊരു 10 പേരായിരുന്നു. 10 പേര്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളൊരു വീടെടുത്തു. സ്തോത്രം. 2 നില വീടെടുത്ത്. ഹല്ലേലൂയ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2 നില വീടെടുത്തു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഈ വീടിൻ്റെ വാടക, ഇലക്ട്രിസിറ്റി എല്ലാം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരാടക എല്ലാ മാസവും കൊടുക്കുമായിരുന്നു. 6 മാസവും കുഴപ്പമില്ലാതെ പോയി, ഒരു പ്രശ്നമില്ലാതെ പോയി. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അടുത്ത 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആമേൻ 8 പേരും, ഹല്ലേലൂയ, സ്തോത്രം, ആ സ്ഥലത്തില്ല. സ്തോത്രം. അവർ ക്രിക്കറ്റ് കളിക്കാൻ അവർ പിന്നെ അങ്ങോട്ട് വരുന്നേ ഇല്ല. അവർ പിന്നെ അവരുടെ ദേശം ഏതാ എവിടാന്ന് പോലും അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആമേൻ കോളേജിൽ പോകുന്നു, വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വിചാരിച്ചെന്ന് പറയാം, നമ്മൾ അവർക്ക് പൈസ കൊടുത്തു, അവരെല്ലാം ചെയ്യുന്നുണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സെക്ടറിൽ 6 മാസത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മളവരെ വിശ്വസിച്ചു, അവരുടെ കയ്യിൽ പൈസയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഈ 6 മാസം കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഈ ഹിന്ദിക്കാരി അമ്മാജി ഞങ്ങളെ കാണാൻ വന്നു. പറഞ്ഞു 6 മാസത്തെ വീടിൻ്റെ വാടക, ഇലക്ട്രിസിറ്റി തരാനുണ്ടെന്ന് പറഞ്ഞു. അമ്മാരെ വിളിച്ചിട്ട് ഫോൺ എടുക്കത്തില്ല. സ്തോത്രം. കൂടെ ഉണ്ടായിരുന്നവൻ പറഞ്ഞു 6 മാസത്തെ വാടകയുണ്ട്. സ്തോത്രം. അപ്പം അവൻ എന്നോട് പറഞ്ഞു, അമ്മാരെല്ലാം പോയി, നമുക്ക് മുങ്ങാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു മുങ്ങാന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ദൈവത്തോട് ആലോചന വെച്ചപ്പം അവൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞത്, നീ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നീ അവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. യു സ്റ്റേ ദേർ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അപ്പം അമ്മാജി എല്ലാ ദിവസവും വരുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം അന്ന് രാത്രി, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് മനസ്സിലായി ആമേൻ അമ്മാജി നാളെ രാവിലെ കാണാൻ വരും. സ്തോത്രം. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരനും പോയി. ഹല്ലേലൂയ, സ്തോത്രം. കാരണം വലിയൊരു എമൗണ്ടാണ്, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ആ വാടകയായിട്ട് കൊടുക്കാനിരുന്നത്. സ്തോത്രം. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ആയിരിക്കുമ്പോൾ ആ വലിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമില്ല. പക്ഷേ ആ സ്റ്റുഡൻറ്റ് പീരീഡിൽ ആ വലിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് തന്നെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഞാനത് വീട്ടിലാൻ ചോദിച്ചു, ഞാൻ എനിക്ക് ഇത്രയും എമൗണ്ട് കൊടുക്കണം, ഹല്ലേലൂയ, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല. നിന്നെ കൂടെ ഉണ്ടായിരുന്ന അവൻ എന്ത് ചെയ്യേ? അവനും പോയി. എന്നാൽ നീ പോകാൻ പറഞ്ഞു. നീ ഇത്ര അവിടെ നിൽക്കുന്നേ? നീ പോകാൻ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നീ അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അവൻ, സ്തോത്രം, ഹല്ലേലൂയ. അന്ന് രാത്രി ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ, ഹല്ലേലൂയ, അവൻ ഹൃദയം കലങ്ങിയിരിക്കുക. നാളെ രാവിലെ അമ്മാജി വന്ന് പൈസ ചോദിക്കും. സ്തോത്രം, എന്ത് പറയും? എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ആമേൻ. അങ്ങനെ പല ഹൃദയത്തിൽ ഇങ്ങനെ കലങ്ങിയിരിക്കുവാണ്. സ്തോത്രം, ഹല്ലേലൂയ. അന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഉറങ്ങുമ്പോൾ മനസ്സിനകത്ത് എന്തോ എന്ന് പറയാം, നീറുക, എന്തോ. അമ്മാരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. കൂടെ ഉണ്ടായിരുന്നവൻ പോയി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്ത് ചെയ്യും? അവൻ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ അവിടെ നിൽക്കാനോ ആണ് പറഞ്ഞേക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് രാത്രി ഞാൻ കിടന്ന് ഉറങ്ങുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇതുപോലെ, സ്തോത്രം, ഹല്ലേലൂയ, ഹൃദയം കലങ്ങിയിരിക്കുമ്പോഴാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഒരു മഞ്ഞു തുള്ളി, ആമേൻ, ഞാൻ കിടക്കുന്ന ആ ഇരിക്കുന്നിടത്ത് ഹൃദയത്തിനകത്തോട്ട് വന്ന് വീണു. സ്തോത്രം. ആദ്യത്തെ ആ മഞ്ഞുതുള്ളി വന്ന് വീണപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ ചെറുതായിട്ടൊന്ന് ശാന്തമായി. സ്തോത്രം. രണ്ടാമത്തെ ഒരു മഞ്ഞുതുള്ളിയൂടെ വന്ന് വീണു. ആമേൻ. മുഴുവനും ശാന്തമായി. അന്ന് രാത്രി പൂർണ്ണമായിട്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഞാൻ പറഞ്ഞത് ക്രിസ്തു തരുന്ന സമാധാനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അന്ന് രാത്രി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ അമ്മാജി വന്ന് മുട്ടി വിളിക്കുകയാണ്. ഞാൻ കഥ പറഞ്ഞപ്പം ആമേൻ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ എന്ത് ചെയ്യും? അവൻ പോയി. എന്നിട്ട് അമ്മാജി വന്ന് റൂമെല്ലാം നോക്കുക. എന്നിട്ട് എന്നെ നോക്കുക. നീ പോയില്ലല്ലേ? ഞാൻ പോയില്ല. എന്നോട് അമ്മാജി പറഞ്ഞെന്ന് പറയാമോ, നീ ഇവിടെ പോയായിരുന്നെങ്കിൽ ഞാൻ കേസ് കൊടുത്തതിനെ വരുന്നു. അപ്പം എല്ലാവരെയും ഒരാൾ മുഖാന്തരം എന്ത് ചെയ്തു?
രക്ഷപ്പെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യണം. ഞാൻ അമ്മാജിയോട് പറഞ്ഞു, അമ്മാജി എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പം അമ്മാജി പറഞ്ഞു, നീ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ ഫോൺ നമ്പർ എനിക്ക് തരാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കൊടുത്തു. എല്ലാവന്മാരെ ഞാൻ വിളിച്ചാൽ വരാത്തവരെന്ത് ചെയ്തു? അമ്മാജി വിളിച്ചു വരുത്തി. അമ്മാജി പറഞ്ഞു, ഇന്ന് വൈകിട്ട് വന്നില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്ന് പറഞ്ഞു. എല്ലാവരും വന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 2-3 ദിവസം പൈസ റെഡിയാക്കി അത് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആമേൻ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ഒരു പാട്ട് ഹല്ലേലൂയ സ്തോത്രം ആമേൻ എൻ്റെ മനസ്സിനകത്തോട്ട് വന്നു. ഞാൻ പാടുന്നില്ല, കാരണം പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകും. ഹല്ലേലൂയ. ആമേൻ. പെട്ടെന്ന് ഞാൻ അതിൻ്റെ വരികൾ മാത്രം ഞാൻ പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. ജോഷി കോപൻ പറഞ്ഞ ഒരു വ്യക്തി ഹല്ലേലൂയ സ്തോത്രം ആമേൻ പാടിയ ഒരു പാട്ടാണ്. When I am down and oh my soul so weary, when troubles come and my heart burden me, then I am still and wait here in the silence until you come and sit a while with me. You raise me up so I can stand on mountains. You raise me up to walk on stormy seas. I am strong when I am on your shoulders. You raise me up more than I can be. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അതിന് മീതെ പ്രതികൂലങ്ങൾക്ക് മീതെ സ്തോത്രം ദൈവം നമ്മളെ നടത്തുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. മത്തായി 14:22 മുതൽ 23 വരെ നമുക്ക് പെട്ടെന്ന് വായിച്ചാട്ടെ. മത്തായി 14:22-23. അവൻ സ്തോത്രം നമുക്കവിടെ കാണാൻ സാധിക്കും. യേശു ക്രിസ്തു മലയിൽ കയറി പ്രാർത്ഥിക്കാൻ പോയിട്ട് ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവൻ തനിയെ വിടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവർ പോകുന്ന പടക് ഹല്ലേലൂയ ബോട്ട് സ്തോത്രം ഹല്ലേലൂയ കാറ്റിനാൽ അല്ലെ തിരമാലകളാൽ സ്തോത്രം ഹല്ലേലൂയ അടിക്കുവാനിടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നമുക്ക് കാണാൻ സാധിക്കുന്നത് ആമേൻ സങ്കീർത്തനം 107 പറയുന്നുണ്ടോ ആമേൻ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചെന്നാണ് പറയുന്നത്. സ്തോത്രം. തിരമാലകൾ ഹല്ലേലൂയ അവരെ പൊക്കി ഹല്ലേലൂയ സ്തോത്രം ഉയരത്തിലോട്ട് പൊക്കി അവർ ആഴത്തിലേക്ക് താണുപോയെന്ന് അവിടെ പറയുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അപ്പം തിരമാലകളുടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ തിരമാലകൾ ചെറിയൊരു തിരമാലകളല്ല. സ്തോത്രം ആമേൻ. ഈ കടലിലെ തിരമാലകൾ വലിയ തിരമാലകളാണ്. സ്തോത്രം ഹല്ലേലൂയ. അപ്പം യേശു അവിടെ കടന്നു വരികയാണ്. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ ശിമോൻ പത്രോസ് പറയുകയാണ് ആമേൻ എനിക്ക് ഹല്ലേലൂയ സ്തോത്രം എനിക്ക് നിൻ്റെ അടുത്തൊന്ന് കടന്നു വരണം. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ കാണാൻ സാധിക്കുന്നത് ആമേൻ ആ തിരമാലകൾ ഉള്ളപ്പോൾ തന്നെ സ്തോത്രം ഈ ശിഷ്യൻ ഹല്ലേലൂയ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു പോവുകയാണ്. സ്തോത്രം. എന്നാൽ തിരമാലകൾ കാരണം ഹല്ലേലൂയ സ്തോത്രം ഒന്ന് പേടിക്കുവാനിടയായി തീർന്നപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ ആമേൻ ഒന്ന് മുങ്ങുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ സ്തോത്രം തിരമാലകൾ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആമേൻ നമ്മൾ നോക്കേണ്ടത് യേശുവിനെയാണ്. സ്തോത്രം ഹല്ലേലൂയ. യേശുവിനെ നോക്കിയില്ലെങ്കിൽ സ്തോത്രം നമ്മുടെ ജീവിതത്തിന് പടക് എന്ത് ചെയ്യും? അവൻ മുങ്ങുവാനിടയായി തീരും. ഹല്ലേലൂയ. അവിടെ കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം ആമേൻ അവരെന്ത് ചെയ്തു? അവരുടെ മനസ്സിന് സമാധാനമെല്ലാം പോയി. അവർ പേടിച്ചെന്നാണ് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അവർ പേടിക്കുവാനിടയായി തീർന്നു. സ്തോത്രം ആമേൻ ഹല്ലേലൂയ. പിന്നൊരു വാക്കുണ്ട് ഹല്ലേലൂയ സ്തോത്രം ആമേൻ അവർ പേടിച്ചു മുങ്ങുവാൻ കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് യേശു കൈനീട്ടി പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിക്കുന്നു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് അവിടെ ശ്രദ്ധിക്കണം. അവർ പടകിൽ കയറിയപ്പോൾ അത്രയും നേരം കാറ്റ് അമർന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രസൻസ് ഹല്ലേലൂയ സ്തോത്രം ആ ബോട്ടിൽ വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഉണ്ടായിരുന്ന തിരമാലകൾക്കെല്ലാം ഒരു ശാന്തത വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പം ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അമൽ ഉണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ തിരമാലകൾക്ക് ഒരു ശാന്തത വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ. ഒരു വശം നിൽക്കുമ്പോഴും എന്ത് ചെയ്യും? തിരമാലകൾ വന്നടിക്കും. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ.
ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തു? ഹല്ലേലൂയ, തിരമാലകൾക്ക് ശാന്തത വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അടുത്ത നമുക്ക് കാണാൻ സാധിക്കുന്നത് സെരുബാബേലിനെ കുറിച്ചാണ് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. സെരുബാബേൽ എന്ന് പറയുന്നത് ജൂഡായുടെ ഒരു ഗവർണറായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് കിങ് സൈറസിൻ്റെ കാലത്ത് 538 BC ഹല്ലേലൂയ, സ്തോത്രം, ജൂയിഷ് എന്ത് ചെയ്യുന്നതാണ്? അവർ റിട്ടേൺ ടു യെറുശലേമിലേക്ക് അവർ കടന്നു വരുമ്പോൾ ആദ്യത്തെ സെരുബാബേലും ജോഷുവ എന്ന ഹൈപ്രീസ്റ്റും കൂടാണ് എന്ത് ചെയ്തു? ഈ ഫൗണ്ടേഷൻ, ഈ യെറുശലേമിൻ്റെ പള്ളി പണിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അവരെ നിയോഗിക്കുകയാണ്, സ്തോത്രം. അപ്പോൾ സെരുബാബേലിൻ്റെ മുന്നിൽ പല പ്രശ്നങ്ങൾ വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. സെരുബാബേൽ ആലയം പണിയാൻ പോകുമ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യും? പണിയാൻ സമ്മതിക്കുന്നില്ല ആൾക്കാർ, സ്തോത്രം. ഹല്ലേലൂയ. സെരുബാബേൽ മുമ്പിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത് മല പോലെ വലിയ പ്രശ്നങ്ങൾ, മഹാപർവ്വതം പോലെ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്, സ്തോത്രം. ഹല്ലേലൂയ. അവരെ എന്ത് ചെയ്യുന്നില്ല? അവിടെ കാണാൻ സാധിക്കുന്നത് 16 വർഷം എടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. അവരെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി അവിടെ. ഹഗ്ഗായി സെക്കറിയായ്ക്ക് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹഗ്ഗായി പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയാനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. സെക്കറിയാവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. 4:6 പറയുന്നുണ്ടോ? സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ അത്ര എന്ന് പറയുന്നു. സൈന്യങ്ങളുടെ യഹോവയെ അറിയപ്പെടുന്നു. സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അപ്പം സെരുബാബേൽ സ്വത്രം വിഷമിച്ചത്, ഹല്ലേലൂയ, അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന മല പോലെ നിൽക്കുന്ന പ്രശ്നത്തിൻ്റെ സ്വത്രം ഹല്ലേലൂയ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് സമഭൂമിയായി അതിൻ്റെ മുകളിൽ കൂടെ കടക്കുവാൻ. അപ്പം നമുക്ക് ഇതിനെല്ലാം കാരണം ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് യേശുവിൻ്റെ ഹല്ലേലൂയ പ്രസൻസ് ഹല്ലേലൂയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം ഹല്ലേലൂയ, സ്തോത്രം, തിരമാലകൾ ഉണ്ടെങ്കിൽ പോലും ഹല്ലേലൂയ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഹല്ലേലൂയ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മളിവിടെ ചർച്ച വരുന്നു, നമ്മൾ ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മൾ അറിയുന്നു. ഈ ബാക്കിയുള്ള 6 ദിവസം ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മളിവിടെ വരുമ്പോൾ മാത്രം നമ്മൾ യേശുവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ കാത്തലിക്സ് പറയുന്ന പോലെ വി ആർ നോട്ട് പ്രാക്ടീസിങ് കാത്തലിക്സ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ടോ? നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ പ്രാക്ടീസിങ് ക്രിസ്ത്യാനീസ് ആണോ, അതോ പേരിന് വേണ്ടി വന്നിട്ട് പോകുന്ന ഒരു ക്രിസ്ത്യാനികളാണോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ തിരമാലകൾക്ക്, സ്തോത്രം, ഹല്ലേലൂയ, അറുതി വീഴുകയുള്ളൂ, സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് സമാധാനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ 3 കാര്യങ്ങൾ ഞാനോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സമാധാനം. നമുക്കൊരു സെൽഫായിട്ട് നമുക്കൊരു സമാധാനം വേണം. പീസ് വിത്ത് അവർ സെൽഫ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ നമുക്ക് സമാധാനത്തെക്കുറിച്ച് എന്ത് ചെയ്യാൻ പ്രസംഗിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും നടക്കത്തില്ല സമാധാനമില്ലെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമുക്ക് സമാധാനം ഉണ്ടാകാൻ ആദ്യം ചെയ്യേണ്ടത് ഹല്ലേലൂയ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരിക എന്നുള്ളതാണ്, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫിലിപ്പീൻസ് 4:6 പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്ര വേദന, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തു. അപ്പം ബുദ്ധിയെ കവിയുന്ന ഹൃദയത്തിൻ്റെ സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം, പല PhDയും പല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, വചനം പറയുന്നു സകല ബുദ്ധിയെയും കവിയുന്നതാണ് ദൈവത്തിൻ്റെ സമാധാനം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. സകല ബുദ്ധിയെയും കവിയുന്ന നമ്മുടെ മനുഷ്യൻ്റെ ഹല്ലേലൂയ ചിന്താഗതിക്ക് അപ്പുറമാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അത് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന പ്രസംഗിക്കുവാൻ കഴിയുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം വേണം. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത് ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് പീസ് വിത്ത് അതേഴ്സ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം ഇല്ലാത്തത് എന്താണ്? നമ്മളിവിടെ വന്ന് ഹല്ലേലൂയ സമാധാനം എന്ന് മറ്റുള്ളവരോട് നമ്മുടെ സമീപനം എങ്ങനെയുണ്ട്? ഹല്ലേലൂയ. നമ്മൾ അവരോട് നമ്മുടെ വാക്കുകൾ ഹല്ലേലൂയ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതാണോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പക്ഷേ എന്ത് ചെയ്യും? ഒരാളെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവനെ പറഞ്ഞ് ഇരുത്തിക്കളയും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് അപ്പം നമുക്ക് സമാധാനം കിട്ടും, അപ്പുറത്തെ വ്യക്തിക്ക് സമാധാനം കിട്ടുന്നുണ്ടോ നമ്മൾ ചിന്തിക്കുന്നില്ല, സ്തോത്രം. അവന് സമാധാനം ഇല്ലാതായിരിക്കും നടക്കുന്നത്, സ്തോത്രം. അവൻ്റെ സമാധാനം പോയി, സ്തോത്രം. നമുക്ക് സമാധാനം, അവനെ അതും ഇതും പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് സമാധാനം കിട്ടി, പക്ഷേ അപ്പുറത്തെ വ്യക്തിക്ക് സമാധാനം കിട്ടിയോ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മളൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. പീസ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരോട് നമ്മുടെ സമീപനം ഹല്ലേലൂയ എങ്ങനെ ആയിരിക്കണം? ഹല്ലേലൂയ, സ്തോത്രം. മത്തായി 5:9 പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. സമാധാനം ഉണ്ടാക്കുന്നവർ. ഹല്ലേലൂയ. അപ്പോൾ സമാധാനം ഉണ്ടാക്കാത്തവർ ഏത് പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്ന് നിങ്ങൾ തന്നെ എഴുതിക്കോ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ ഹല്ലേലൂയ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ.
ആമേൻ. എഫേസ്യർ 4:1-3 പറയുന്നു, കത്ത് സേവ നിമിത്തം ബദ്ധനായിരിക്കും ഞാൻ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാനത്തിൻ്റെ ബന്ധത്തിൽ കാത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അപ്പം അവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, കത്ത് സേവ അവൻ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതുകയാണ്, ആമേൻ, ഞാൻ ബദ്ധനായിരിക്കുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയം, ഹല്ലേലൂയ, സ്തോത്രം, വിനയം നമ്മുടെ ജീവിതത്തിൽ വേണം, ഹല്ലേലൂയ, സൗമ്യത വേണം, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഇതെല്ലാം നമ്മൾ ഇവിടെ ചർച്ച വെച്ച് കാണിക്കും, സ്തോത്രം. പക്ഷേ ഈ 6 ദിവസം നമ്മുടെ ജീവിതത്തിൽ കാണുമോ ഇതൊക്കെ? ഹല്ലേലൂയ, സ്തോത്രം, വിനയം, ഹല്ലേലൂയ, സൗമ്യത, സ്തോത്രം, ദീർഘക്ഷമ, സ്തോത്രം, ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യമാണ്, സ്തോത്രം. ദീർഘക്ഷമ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യതയാണ്, സ്തോത്രം, ഹല്ലേലൂയ, പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുകയും ചെയ്യുവിൻ, സ്തോത്രം, ഹല്ലേലൂയ. മറ്റുള്ളവരോട് നമ്മുടെ സമീപനം, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, എങ്ങനെയായിരിക്കണം? സ്തോത്രം, ഒരു സമാധാനം ഉള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്, സ്തോത്രം. നമ്മൾ സമാധാനം കാംക്ഷിക്കുന്നുവെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് നമുക്ക് സമാധാനത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ, സ്തോത്രം, ഹല്ലേലൂയ. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, പീസ് വിത്ത് ഗോഡ്, ദൈവമായിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു സമാധാനം വേണം, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തോട് കൂടെ നടക്കുവാനാണ്. ആമേൻ. ഹനോക്ക് ദൈവത്തോട് കൂടെ നടന്നത്, അവനെ എന്ത് ചെയ്തു? അവനെ കാണുന്നില്ല, അവനെ എടുക്കപ്പെട്ടു, സ്തോത്രം. ഹനോക്ക് ദൈവത്തോട് കൂടെ നടക്കുകയും ചെയ്യുമ്പോൾ തന്നെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പം വിവാഹ ജീവിതം ദൈവത്തോട് കൂടെ നടക്കുന്നതിൽ ഒരു തെറ്റല്ല, സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഹനോക്ക് നമുക്ക് തെളിച്ച് കാണിക്കുന്നു, അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു, ദൈവത്തോട് കൂടെ നടക്കുകയും ചെയ്തതാണ്. ദൈവം അവനെ എടുക്കപ്പെടുകയും ദൈവം അവനെ എന്ത് ചെയ്തു? എടുത്തു എന്നാണ് അവർ പറയുന്നത്, ഹനോക്ക് പറയുന്നത്. ഹനോക്കിൻ്റെ ആമേൻ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമുക്ക് ദൈവമായിട്ടൊരു പീസ് വേണം, ഹല്ലേലൂയ, സ്തോത്രം. റോമർ 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തമുഖാന്തരമാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് അടുപ്പിച്ചിരിക്കുന്ന, സ്തോത്രം. ഇവിടെ നമ്മൾ കടന്നു വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ആമേൻ, സ്തോത്രം. ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം നമ്മളെ എന്ത് ചെയ്യുന്നത്? വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിൻ്റെ വിലയ്ക്ക് ക്രിസ്തുവിൻ്റെ രക്തമുഖാന്തരം, ഹല്ലേലൂയ, നമ്മൾ ജാതികളായിരിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ എന്ത് ചെയ്തു? അവൻ വിലയ്ക്ക് വാങ്ങി, സ്തോത്രം, തൻ്റെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, പ്രിയ മക്കളാക്കി തീർത്തിരിക്കുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. 2 കൊരിന്ത്യർ 5:17 ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ ഞാൻ പുതിയതാക്കി തീർത്തു, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവത്തിന്, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം നമുക്ക് കാണാൻ സാധിക്കാം, ഹല്ലേലൂയ. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെയും അവർക്ക് എന്ത് ചെയ്തുകൊണ്ടായിരുന്നോ? ആമേൻ, വിജയം ഉണ്ടായിരുന്നു, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അശുദ്ധമായത് അവരുടെ പാളയത്തിൽ ഒളിപ്പിച്ചപ്പോൾ, സ്തോത്രം, അവർ പരാജയപ്പെടുവാനിടയായി തീർന്നു, സ്തോത്രം, ഹല്ലേലൂയ. അശുദ്ധി പാളയത്തിൽ വന്നപ്പോൾ, സ്തോത്രം, ഇസ്രായേൽ ജനം പരാജയപ്പെടുവാൻ, ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മുടെ കൂടെ നടക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ചെയ്യേണ്ടത്, ഹല്ലേലൂയ, ദൈവത്തിന് ഹിതമില്ലാത്തതെന്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പം പാസ്റ്ററൊക്കെ നമ്മുടെ വീട്ടിൽ വരുവാണെങ്കിൽ പാസ്റ്റർ ഇപ്പം വിളിച്ചു പറയുക, സ്തോത്രം, നിങ്ങളുടെ വീട്ടിൽ വരും, നമ്മൾ എന്ത് ചെയ്യും? ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇഷ്ടമുള്ള ഫുഡും അതും ഇതെല്ലാം കൊടുക്കും, അല്ലേ? വിളിച്ചു പറയുമ്പം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് ഹിതമില്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണരുത്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ദൈവത്തിന് ഹിതമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നമ്മുടെ കൂടെ നടക്കത്തില്ല, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പരാജയപ്പെടുവാനിടയെ തീരും, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വിജയമാണ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഈ പ്രസൻസ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന പ്രസൻസ്, സ്തോത്രം, ഹല്ലേലൂയ, ഈ 6 ദിവസവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ കൂടെ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇടവരരുത്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അത് നമുക്ക് തോന്നും ഇത് ശരിയല്ല, മാറ്റിയേക്കുക, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അങ്ങനെയെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് സമാധാനം നമുക്ക് ഉണ്ടാകുവാനിടയായി തീരും, ഹല്ലേലൂയ, സ്തോത്രം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്, ആമേൻ, സ്തോത്രം. അവർ ദൈവത്തിൻ്റെ, ആമേൻ, ഫിലിപ്പീൻസ് 4:7 പറയുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവിളെയും ക്രിസ്തു യേശുവിൽ കാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത്രയും സമയം തന്ന ദൈവ കർത്താവിനെ ഞാൻ നന്ദി പറയുന്നു, ആമേൻ. ദൈവനാമത്തോടെ